ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശും നയനി ഫോണിൽ വിളിക്കുന്ന കാര്യങ്ങൾ മുഴുവനും അപ്പുറം മാറി നിന്ന് നമ്മുടെ ദേവയാനി കേൾക്കുക. ഇനിയിപ്പോൾ ഈ വീട്ടിൽ ജയേട്ടനും ആദർശും ഒക്കെ സംസാരിക്കുന്ന കാര്യങ്ങൾ മറിഞ്ഞും ഒളിഞ്ഞും തെളിഞ്ഞും നിന്ന് കേട്ടാൽ മാത്രമേ തനിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം ദേവയാനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ദേവയാനി നേരെ ആദർശിൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്ന് നിന്ന് നമ്മുടെ ആദർശ് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടു. അതെല്ലാം കേട്ടിട്ട് ഇങ്ങ് പോരുകയും ചെയ്തു. പോന്നിട്ടും ഭയങ്കര സംശയവും ഭയങ്കര ഇതുമായിട്ട് ഇങ്ങനെ ദേവയാനി നിൽക്കുക കേട്ടോ. അപ്പോൾ എന്തോ വലിയൊരു രഹസ്യം ഇവരിൽ നിന്നും മറയ്ക്കുന്നുണ്ടെന്നും എനിക്ക് കരള് ദാനം തന്ന ആളെ വ്യക്തമായി എന്തോ കാരണം കൊണ്ടാണ് ഇവർ മറച്ചു വെച്ചിരിക്കുന്നത്, അതും നയന തന്നെ ആയിരിക്കോ എന്നുള്ളൊരിതിൽ നമ്മുടെ ദേവയാനി ഇങ്ങനെ നിൽക്കുക. എങ്കിലും ഇനിയും കുറച്ചുകൂടി തെളിവുകളൊക്കെ കിട്ടാനുണ്ടല്ലോ. അപ്പോൾ ഈ കിട്ടിയ മെഡിസിൻസിൻ്റെയും കാര്യങ്ങളുടെയും ഒക്കെ ആ ഒരിതിൽ ഇത് കണ്ടെത്തണം എന്ന് തന്നെ തീരുമാനിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ആദർശ് നേരെ പോകുന്നത് അവരുടെ അടുത്തേക്കാണ്, മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അടുത്തേക്ക്. അപ്പോൾ അവിടെ ചെന്നു നയനയും അമ്മയും തമ്മിലുള്ള ഈ ഒരു അവസ്ഥയെപ്പറ്റി ആദർശ് അവരോട് സംസാരിക്കുവാണ്. അപ്പോൾ അവരോട് സംസാരിക്കുന്ന ഈ ഒരു സമയത്തും ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നു. ആദർശ് സംസാരിക്കുന്ന ഈ ഒരു സമയത്തും ഒന്നും വിട്ട് സംസാരിക്കുന്നില്ല. നയന എന്നൊരു പേര് അവിടെ വരുന്നില്ല ദേവയാനി വരുന്ന സമയത്ത്. അപ്പോൾ ദേവയാനി അങ്ങനെ അലഞ്ഞു നടക്കുന്നതിൽ ദേവയാനി തെറ്റു പറയാനൊന്നുമില്ല. എങ്കിലും പറയേണ്ട സാഹചര്യം വന്നാൽ പറഞ്ഞേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ആദർശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴും ദേവയാനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായി തുടങ്ങി. ദേവയാനി എന്നിട്ടിങ്ങനെ മനസ്സിനൊരു സമാധാനം ഇല്ലാതിരിക്കുകയാണ്, എന്ത് ചെയ്യണം എന്നറിയാതെ ഇതെങ്ങനെയാണൊന്ന് കണ്ടെത്തുക എന്നുള്ളൊരിതിൽ. അങ്ങനെ ദേവയാനി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നടപ്പാട്ടോ. ലാസ്റ്റത്തെ കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മരുന്നിൻ്റെ ആ ഒരു ഇത് എന്തിനു വേണ്ടിയാണ് നയൻ ഈ മരുന്ന് കഴിക്കുന്നത്, കരൾ സംബന്ധമായിട്ടുള്ള മരുന്നാണല്ലോ അവൾ കഴിക്കുന്നത്. അപ്പോൾ ആ മരുന്ന് എന്തിനു വേണ്ടിയാണ് നയന കഴിക്കുന്നതെന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഇതിനൊരു ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു. ഈ സമയത്ത് ദേവയാനി എന്ത് ചെയ്തു, തൻ്റെ ഫോണെടുത്ത് തൻ്റെ കൂട്ടുകാരിയെ വിളിച്ചു. ഒരാളെ വിളിച്ചിട്ട് അയാളെ ഒന്ന് കാണണമെന്നുള്ള കാര്യം പറയുക. അപ്പോൾ അയാളെ കാണണമെന്നും അതുപോലെ തന്നെ അയാളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം വിളിക്കുന്ന ആളാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചു, ഒക്കെ പറഞ്ഞു, കാണാമെന്ന് പറഞ്ഞു, ഇന്ന സമയവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി ഇങ്ങനെ രണ്ടും കൽപ്പിച്ചിരിക്കുക. തൻ്റെ തീരുമാനം ഞാൻ നടപ്പിലാക്കും, ഇന്നത്തോടു കൂടി തനിക്ക് ആരാണ് കരൾ തന്നതെന്നുള്ളത് താൻ കണ്ടെത്തും എന്നുള്ളൊരിത്. അങ്ങനെ ദേവയാനി ഇതെല്ലാം കഴിഞ്ഞിട്ട് തീരുമാനിച്ച് ഈ കൂട്ടുകാരിയെ കാണാൻ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ കയ്യിൽ ഫോണുണ്ടല്ലോ, ഫോണിലേക്കെല്ലാം ദേവയാനി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം സെറ്റാക്കി ദേവയാനി ഇങ്ങനെ പോകാൻ റെഡി ആയിട്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് നമ്മുടെ ജയൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ജയൻ ദേവയാനിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനിയുടെ മുഖത്ത് ആകെ ഒരു ടെൻഷനും ആകെ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ കണ്ടു. എന്താടോ തൻ്റെ മുഖത്തൊരു വല്ലായ്മ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കെന്താ വല്ലായ്മ, എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേട്ടാന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ മനസ്സിലാകെ ഒരു കാര്യമേ ഉള്ളൂ, അത് നിങ്ങളാരും നിറവേറ്റി തരുന്നില്ലല്ലോ എന്നും പറഞ്ഞു. തൻ്റെ ഈ ഒരു ഇതിൻ്റെ കാരണമൊക്കെ എനിക്ക് മനസ്സിലായി. തനിക്ക് കരൾ തന്ന പെൺകുട്ടി ആരാണെന്ന് അറിയാനുള്ള തൻ്റെ അവകാശത്തെ ഞങ്ങൾ തടയുകയാണെന്നുള്ള ഒരു വിഷമം തനിക്കുള്ളതായിട്ട് ഞങ്ങൾക്കറിയാം. അത് എന്തുകൊണ്ടാണ് പറയാത്തത് എന്നുള്ള ഒരു കാര്യവും തന്നോട് ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. താനിങ്ങനെ അതിനെ ചൊല്ലി അതിൻ്റെ പിന്നാലെ തന്നെ ഇങ്ങനെ അലയരുതെന്നും അവർ തിരിച്ചു എത്തിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവരെ നിന്നെ കൊണ്ടുവന്ന് കാണിക്കും ദേവയാനി എന്നും പറഞ്ഞു. ഇനിയിപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇനി നിങ്ങളാരും ഇതിനു വേണ്ടി ബുദ്ധിമുട്ടണമെന്നുമില്ല. അതെന്താ താൻ അങ്ങനെ പറഞ്ഞത് എന്ന് ആദർശിൻ്റെ അച്ഛൻ ചോദിക്കുമ്പോൾ, അത് അറിയേണ്ട കാര്യങ്ങൾ എപ്പോഴാണെങ്കിലും അറിയാമല്ലോ, തന്നെയല്ല അറിയണമെങ്കിൽ ഞാൻ തന്നെ അത് അന്വേഷിച്ച് കണ്ടെത്തിക്കോളാം. ഇനി ഇതിൻ്റെ പേരിൽ നിങ്ങളോട് ആരോടും ഞാൻ ഒന്നും ചോദിക്കാനോ പറയാനോ ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞു, ഞാൻ വരികയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദേവയാനി നീ ഇങ്ങനെ അതിനെപ്പറ്റി ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്നത് കൊണ്ടാണ് അതൊരു വലിയ ഇതായിട്ട് നിനക്ക് തോന്നുന്നത്. അങ്ങനെയൊന്നും നീ ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് പറയാം. ആയിക്കോട്ടെ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. ജയേട്ടനിനി അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കേണ്ട, എൻ്റെ കാര്യങ്ങൾ ഓർത്ത് ചിന്തിച്ച് നടക്കുകയും വേണ്ടാന്ന് ദേവയാനി പറഞ്ഞു. അങ്ങനെ ദേവയാനി അതെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയപ്പോഴും ജയൻ ഇങ്ങനെ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ അടിച്ചിരിക്കുക. ദൈവമേ, ഇവളിനി എന്തായിരിക്കും ഒപ്പിക്കാൻ പോകണമെന്ന് ഓർത്ത്. ഇതേ സമയത്ത് നമ്മുടെ ആദർശ് നേരെ നയനയെ കാണാനായിട്ട് വീട്ടിലേക്ക് ചെന്നു. നയനയെ കാണാൻ ചെന്നു, നയനയുമായിട്ട് സംസാരിച്ചു. ഈ സമയത്ത് അമ്മ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആദർശ് ആവർത്തിക്കുകയാണ് നയനയോട് മാത്രമല്ല നയനയുടെ അമ്മയോടും ഒക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പോൾ അമ്മ എന്തായാലും ഉടനെ തന്നെ സത്യങ്ങളൊക്കെ കണ്ടെത്തും എന്നുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്നും അമ്മ മിനിറ്റിന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കരൾ കൊടുത്ത പെൺകുട്ടിയെയും അവരുടെ ഫാമിലിയെയും കാണണമെന്ന്. ഇപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ അവരെ കാണാതെ ഉറക്കം കിട്ടാതെയായി എന്നുള്ള രീതിയിൽ ഒക്കെ പറയുക. അപ്പം മോനെ, ഇനിയും നമ്മൾ എത്ര കാലം ഇത് മറച്ചു വെക്കുമെന്ന് കനകമൊക്കെ ചോദിക്കുമ്പോൾ മറച്ചു വെക്കാൻ പറ്റുന്നിടത്തോളം നാളത് മറച്ചു വെക്കണം. പിന്നെ അമ്മ അത് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പ്രശ്നങ്ങളാവുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ പറഞ്ഞു. അമ്മ അറിയുന്നെങ്കിൽ അറിയട്ടെ, അമ്മ കണ്ടെത്തുകയാണെങ്കിൽ അത് കണ്ടെത്തിക്കോട്ടെ, പിന്നെ വരുന്നതിൻ്റെ ബാക്കി നമുക്ക് അങ്ങനെ കണ്ടാൽ പോരെയെന്ന് ചോദിച്ചു. എന്തായാലും
അമ്മ ഈ സത്യങ്ങൾ അറിയാതെ ഒന്നും ഇരിക്കില്ല എന്ന് ഇവർ പറയുക. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ മുറിയിലേക്ക് പോയി. മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ആദർശും നയനയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നിനക്ക് വീട്ടിലേക്ക് വന്നൂടെ എന്ന് വീണ്ടും ആദർശ് ചോദിച്ചു. ആദർശേട്ടനോട് ഞാൻ എല്ലാം പറഞ്ഞതല്ലേ ആദർശേട്ടാ, വീണ്ടും എന്താ ഇങ്ങനെ ആദർശേട്ടനെ നിന്ന് നയന ചോദിക്കുമ്പോൾ നീ ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ല നയനയെന്ന് പറഞ്ഞു. എന്തെല്ലാം ഉണ്ടെങ്കിലും നീ എൻ്റെ അരികിലില്ലെങ്കിൽ അത് വല്ലാത്തൊരു കുറവ് തന്നെയാണ് എനിക്ക് ഇനിയും നിന്നെ സ്നേഹിച്ച് മതിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ നയനയോട് പറയും. അപ്പോൾ അതിനൊരു സാഹചര്യം ഒരുങ്ങും, ആദർശേട്ടൻ വിഷമിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നയന ഇങ്ങനെ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ച് കെട്ടിപ്പിടിച്ചൊക്കെ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ദേവയാനിതേ നേരെ വീട്ടിൽ നിന്ന് പോരുന്നു. വീട്ടിൽ നിന്ന് പോരുന്നത് വേറെ എവിടേക്കുമല്ല, അമ്പലത്തിലേക്ക് പോരുന്നു. അമ്പലത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിക്കുവാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമയം മനസ്സൂര്യയ്ക്ക് ഭഗവതിയോട് പ്രാർത്ഥിക്കുവാണ്. എനിക്ക് കരൾ തന്നത് ആരായിരുന്നാലും അവരെ എനിക്ക് കാണിച്ച് തരണേ എന്നും പറഞ്ഞുകൊണ്ട് ഭഗവതിയോട് പ്രാർത്ഥിക്കുന്നു. ആരും എന്നോട് സത്യം തുറന്ന് പറയുന്നില്ല. ഞാൻ സത്യം കണ്ടെത്താനായി സ്വയം ഇറങ്ങിയിരിക്കുകയാണെന്നും ആ സത്യം എൻ്റെ മുന്നിൽ തെളിച്ച് തരണേ എന്നൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദേവയാനിയുടെ മുന്നിലേക്ക് അവിടുത്തെ തിരുമേനി വന്നു. തിരുമേനി വന്നിട്ട് ദേവയാനിയോട് ചോദിച്ചു, ഇപ്പം എങ്ങനെയുണ്ട്, ശരീരമൊക്കെ ഓക്കെ ആയില്ലേ, അവസ്ഥകളൊക്കെ മാറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല തിരുമേനി, യാതൊരു പ്രശ്നവും കാര്യങ്ങളും ഇല്ല, മുറിവൊക്കെ ഉണങ്ങി നല്ലതായിട്ട് പോകണമെന്ന് പറഞ്ഞു. ഇന്നെന്താ തനിച്ചു വന്നതെന്ന് തിരുമേനി അന്നേരം ചോദിച്ചപ്പോൾ ഇപ്പം എനിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ വേറെ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് തനിച്ച് വന്നതെന്നും പറഞ്ഞു. അങ്ങനെ ഇവർ ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തായാലും കരൾ നൽകിയ പെൺകുട്ടിക്ക് വേണ്ടി ഒരു വഴിപാടും കൂടെ നമ്മുടെ ദേവയാനി കഴിപ്പിച്ചിരുന്നു. കരൾ ദാനമായി തന്ന പെൺകുട്ടിയെ അതുപോലെ ഇപ്പോൾ തിരയുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു. അത് തിരുമേനി, എനിക്ക് ആ പെൺകുട്ടിയെ കാണണം. ഇന്നത്തെ കാലത്ത് ആ കുട്ടിയെപ്പോലെ നന്മയുള്ളൊരു പെൺകുട്ടികളെ ഒന്നും കാണാൻ കിട്ടത്തില്ല. അത്രയും നല്ല മനസ്സിന് ഉടമയായതുകൊണ്ടാണ് ആരും ചെയ്യാത്ത ഒരു പ്രവൃത്തി ദേവയാനിക്ക് വേണ്ടി ആ ഒരു കുട്ടി ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ ദേവയാനി കാണുകയും അറിയുകയും അടുത്തറിയുകയും ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്നൊക്കെ തിരുമേനി ഇങ്ങനെ ദേവയാനിയോട് പറയുക. എന്തായാലും ദേവയാനിക്ക് എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ കണ്ടെത്താനായിട്ട് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞു. എന്നോട് വിവരങ്ങളൊക്കെ മൂർത്തി സാറും അമ്മയും വന്നപ്പോൾ പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരുമേനി ഇങ്ങനെ പറയാതെ കഴിഞ്ഞിട്ട് പിന്നെ വഴിപാടിൻ്റെ അത് പ്രസാദവും കാര്യങ്ങളെല്ലാം ദേവയാനിക്ക് കൊടുത്തു. അദ്ദേഹം അകത്തേക്ക് കയറി പോവുകയും ചെയ്തു. ദേവയാനി എന്നിട്ട് അകത്തേക്ക് കയറി പോവുക. ദേവയാനി അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ദേവയാനി പുറത്തേക്ക് ഇറങ്ങി, അദ്ദേഹം അകത്തേക്കും കയറിപ്പോയി. ദേവയാനി പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ദേവയാനി അന്നേരം പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത്, ഒരു തടസ്സങ്ങളും ഉണ്ടാകരുതേ, എല്ലാം ശുഭമായി തന്നെ നടത്തി തരണേ, എനിക്ക് ആ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിയണേ, ഞാൻ കണ്ടെത്തിയ തെളിവുകൾ എന്തിൻ്റേതാണെന്ന് എനിക്ക് തെളിച്ചു തരണേ എന്നൊക്കെ. അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഇരുന്ന് നയനെ ആവരുതേ എന്നൊരു പ്രാർത്ഥനയും കൂടെ നമ്മുടെ ദേവയാനിക്ക് ഉണ്ട് കേട്ടോ. എനിക്ക് കരൾ തന്നവൾ നയനെ ആവരുതേന്ന്. ഏതായാലും ദേവയാനി തൊഴുത് പ്രാർത്ഥിച്ചു പ്രസാദമൊക്കെ ആയിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ നയനിയും അതുപോലെ കനകവും കൂടി ഇങ്ങോട്ടേക്ക് വരിക. അവർ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നയനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് നമ്മുടെ കനകം വരുന്നത്. അത് ഇറങ്ങി വരുന്ന ദേവയാനി കണ്ടു. ദേവയാനി എന്നിട്ട് ഇവരെ ഇങ്ങനെ നോക്കുക, ഇപ്പോഴും നയനയെ പിടിച്ചുകൊണ്ട് തന്നെയാണല്ലോ വരുന്നത് എന്നിങ്ങനെ ദേവയാനി മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുക. എന്നിട്ട് ദേവയാനി ഇവരുടെ അടുത്തേക്ക് വരുന്നു. ആ സമയത്ത് നയനയും കനകവും കൂടി ദേവയാനിയെയും കണ്ടു. അപ്പോൾ ദേവയാനിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മോളെ ദേവയാനി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ കൂടുതൽ ഇതായിട്ടൊന്നും നിൽക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നയന അമ്മയോട് പറഞ്ഞു കൊടുക്കുക. ഇല്ല മോളെ എന്ന് പറഞ്ഞു. എങ്കിലും പിടിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, നിനക്ക് പനിയാന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ലേ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് അമ്മ മോളോട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അമ്മയും മോളും കൂടെ പതുക്കെ മന്ദം അങ്ങ് നടന്നു ചെല്ലുമ്പോഴത്തേക്കും ദേവയാനി ഇങ്ങനെ നടന്നു വരുന്നു. ഇവർക്കാണെങ്കിൽ അമ്മയെ നോക്കണമെന്നും അമ്മയോട് സംസാരിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ദേവയാനിയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നറിയാത്തത് കൊണ്ട് ഒരു പേടിയിൽ ഇങ്ങനെ ഒന്ന് പകച്ച് നിൽക്കും. ഇവരിങ്ങനെ നടന്നു പോകുമ്പോൾ ദേവയാനി അവരെ തന്നെ ഇങ്ങനെ അടിമുടി നോക്കിക്കൊണ്ട് ഇങ്ങനെ വരുമോ. നടന്നു വന്ന് ഇവരുടെ മുന്നിലെത്തി. ആ സമയത്ത് നയനെ ഇങ്ങനെ ചിരിക്കണോ വേണ്ടതെന്ന് ആലോചിച്ചൊരു ചിരി ചിരിച്ചു. അപ്പോൾ കനകം, ദേവയാനി അമ്പലത്തിൽ ഒറ്റയ്ക്കാണോ വന്നതെന്ന് ചോദിച്ചു. എനിക്കെന്തിനാ കൂട്ട് എന്ന് ദേവയാനി അന്നേരം ഇവരോട് ചോദിക്കാം. അല്ല കനകം എന്തിനാ ഇവളെ പിടിച്ചുകൊണ്ട് വരുന്നത്, ആദ്യമായിട്ട് കനകം എന്നൊക്കെ ഒന്ന് വിളിച്ചു കേട്ടോ. അപ്പോഴേക്കും ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. കനകം എന്തിനാ ഇവളെ പിടിച്ചുകൊണ്ട് വരുന്നത്, ഇവളുടെ വയ്യാഴികയും പനിയൊന്നും ഇതുവരെ കുറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. കുറവുണ്ട്, എങ്കിലും മോൾക്ക് നല്ല തളർച്ചയും ക്ഷീണമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ മോളുടെ കൂടെ ഇങ്ങനെ വന്നേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തളർച്ച ക്ഷീണം ഉണ്ടെങ്കിൽ ആരെങ്കിലും കൂടെ വേണം, തന്നെ എങ്ങും വിടുകയോ തന്നെ നടത്താനോ ഇരുത്താനോ ഒന്നും സമ്മതിക്കരുതെന്നൊക്കെ പറഞ്ഞു. രണ്ടുപേരും പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെ വാന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് സുഖമാണോ എന്ന് നയന ചോദിച്ചപ്പോൾ എനിക്കിപ്പോൾ എന്താ സുഖം, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, മനസ്സിൽ നന്മയുള്ള ചിലരൊക്കെ സഹായിച്ചതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ എഴുന്നേറ്റ് നടക്കുന്നുണ്ടെന്ന് നയനയോട് ദേവയാനി പറയും. അപ്പോൾ അത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവരകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് നമ്മുടെ നയന അമ്മയോട് കനകം നയനോട് ചോദിക്കുകയാണ്, അമ്മയ്ക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടല്ലോ അമ്മ, എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന് തോന്നുന്നു, അമ്മ നേരത്തെ പോലെ നമ്മളോട് ദേഷ്യപ്പെട്ടൊന്നുമില്ലല്ലോ, സൗമ്യമായിട്ടാണല്ലോ സംസാരിച്ചതെന്നൊക്കെ പറയുമ്പോൾ എല്ലാം നല്ലതിനായിരിക്കും മോളെ എന്നും പറഞ്ഞുകൊണ്ട് കനകം ഇങ്ങനെ പറയുക. അപ്പോൾ നമ്മൾ പേടിച്ചതുപോലെയൊന്നും സംഭവിക്കാനുള്ള സാധ്യതയില്ല. ഇനി മോളാണ് കരൾ കൊടുത്തതെന്ന് അറിഞ്ഞാലും
ദേവയാനി വലിയ വിഷയമൊന്നും ഉണ്ടാക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. അതൊന്നും പറയാൻ പറ്റത്തില്ല അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തേന് നയന ഇങ്ങനെ അമ്മയോട് പറയാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോകണം. അവർ രണ്ടുപേരും കൂടെ പോകുമ്പോഴും ദേവയാനി ഇങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ പോണേ. അങ്ങനെ അമ്പലത്തിൽ കയറി പ്രാർത്ഥനയും വഴിപാടുകളും എല്ലാം കഴിപ്പിച്ച് ദേവയാനി നേരെ ഈ വിവരം അറിയാനായിട്ട് ഈ മരുന്നുമായിട്ട് അങ്ങോട്ടേക്ക് മരുന്നിൻ്റെ കുറിപ്പടികളുമായിട്ട് നേരെ പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ കാണേണ്ട ആളെ കണ്ടു. അവരോട് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ലിവർ സംബന്ധമായ അസുഖത്തിനാണ് നയന മരുന്ന് കഴിക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ എന്താണ് ലിവറിന് പ്രശ്നം, എന്താണ് കാരണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവയാനി ചോദിക്കുമ്പോൾ ഇത് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ആ ഒരു വ്യക്തി കഴിക്കുന്ന മരുന്നാണെന്നും കൊടുത്തയാൾ, അതായത് ലിവർ കൊടുത്തയാൾ കഴിക്കുന്ന ഒരു മരുന്നാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാം. അങ്ങനെ അവർ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ദേവയാനിയോട് പറയും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി അന്തം വിട്ടിങ്ങനെ നിൽക്കുവാണ്. നയന എന്നുള്ള പേര്, ആ വ്യക്തിയോടുള്ള വെറുപ്പ്, ആ ഒരു സെക്കൻഡ് നേരത്തേക്ക് നയനയോട് ദേവയാനി കാണിച്ചു കൂട്ടിയതെല്ലാം ദേവയാനി കണ്ണടച്ച് മിന്നാമിനിങ്ങിൻ്റെ ആ ഒരു ഇതുപോലെ തെളിയുന്നത് പോലെ മൈൻഡിൽ തിളങ്ങിപ്പോയി. കാരണം നയന ദേവയാനിയുടെ അരികിൽ ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് ദേവയാനി ആട്ടുകയും തുപ്പുകയും ആട്ടിപ്പായിക്കുകയും ചെയ്ത മരുമകളെ പറ്റി ദേവയാനി വേദനയോടെ ഓർക്കുവാണ്. അങ്ങനെ അവസാനം ദേവയാനി ആ ഒരു സത്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനിയുടെ കയ്യിൽ നിന്ന് പോയി എല്ലാം കൂടി. ദേവയാനിയുടെ ആ ഒരു വെപ്രാളവും പ്രതികരണവും കണ്ടിത് പറഞ്ഞു കൊടുത്ത ആൾ വരെ ഞെട്ടിപ്പോയി. നീ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓക്കെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എനിക്ക് കരൾ ദാനമായി തന്നത് ആരാണെന്ന് അറിയോ? എൻ്റെ മരുമകളാണ്. ഞാനെപ്പോഴും അറപ്പോടെയും വെറുപ്പോടെയും നോക്കുകയും ആട്ടി ഓടിക്കുകയും ചെയ്ത എൻ്റെ മരുമകൾ നയനെ എനിക്ക് കരൾ ദാനമായിട്ട് തന്നതെന്ന് പറയുമ്പോഴത്തേക്കും കൂട്ടുകാരി അന്തം വിട്ടിങ്ങനെ നോക്കുക. അപ്പോൾ അവളുടെ മനസ്സ് ഞാൻ അറിയാതെ പോയെന്നും ഇനി ഒരിക്കലും അവളുടെ മേലെയല്ല എൻ്റെ സ്ഥാനം, അവളുടെ താഴെയാണ് എൻ്റെ സ്ഥാനമെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ കൂട്ടുകാരിയോട് പറയുന്നു. നയനയാണ് തനിക്ക് കരൾ തന്നത്, നയനയാണ് തന്നെ രക്ഷിച്ചത് എന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ ദേവയാനിയുടെ കയ്യിൽ നിന്ന് പോയി കാര്യങ്ങളെല്ലാം കൂടെ. ദേവയാനി ഇങ്ങനെ കൂട്ടുകാരിയോട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുവാണ്. അങ്ങനെ നയനയാണ് കരൾ ദാനമായി കൊടുത്തത് എന്നറിയുമ്പോൾ വാവിട്ട് കരഞ്ഞു പോവുകയാണ് ദേവയാനി അവിടെ നിന്ന്, നയനയോട് ചെയ്ത കാര്യങ്ങൾ ഓർത്തിട്ടേ. അങ്ങനെ താൻ ആട്ടി ഇറക്കി വിട്ട അല്ലെങ്കിൽ ആട്ടി അകറ്റി വിട്ട മരുമകൾ തന്നെ സഹായിച്ചു എന്നുള്ള വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ അന്നേരത്തിനും പറഞ്ഞു കൊടുത്ത ആൾ പറഞ്ഞു, നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല ആൾക്കാരുടെ മനസ്സ്. അപ്പോൾ ആ കുട്ടി നിന്നെ സഹായിച്ചെങ്കിൽ ആ കുട്ടിയുടെ മനസ്സ് അത്രമാത്രം വലുതാണ് എന്ന കാര്യവും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ബ്ലഡ് കൊടുത്ത കാര്യങ്ങൾ, അപ്പോൾ ഈ ഒരു നിൻ്റെ ബ്ലഡ് ഗ്രൂപ്പിലുള്ള കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപക്ഷെ നിനക്ക് ആ സമയത്ത് ബ്ലഡ് തന്നതും ആ കുട്ടി തന്നെ ആയിരിക്കും എന്നും പറയുവാണ്. കാരണം ഇത്രയും റെയർ ആയിട്ടുള്ള ഒരു ബ്ലഡ് ഗ്രൂപ്പിൽ നിനക്ക് മാച്ചിങ് ആയിട്ട് വന്ന ആ ഒരു കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ്, ആ ബ്ലഡും കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസും കാര്യങ്ങളും ഒക്കെ നിനക്ക് സപ്പോർട്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി തന്നെയായിരിക്കും നിനക്ക് ബ്ലഡും തന്നതെന്നുള്ള കാര്യം കൂട്ടുകാരി ഇങ്ങനെ പറയുക. അപ്പോൾ തിരിച്ചടികളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു നമ്മുടെ ദേവയാനിയുടേത്. വാവിട്ട് കരഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ നയനയെന്ന് പറയുന്ന തങ്കക്കുടം പോലത്തെ തൻ്റെ മരുമകളെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നു. ഇനി താൻ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നോക്കി നിൽക്കുന്ന നമ്മുടെ ദേവയാനിയെ കാണിച്ച് ഇന്നത്തെ കഥ വരുന്നുണ്ട്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാത്തിരുന്ന് കാണണം. നമ്മൾ കാണാൻ ആഗ്രഹിച്ച അത്യുഗ്രൻ വിശേഷവുമായിട്ടാണ് നമ്മുടെ സ്റ്റോറി വരുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. എന്തായാലും നമ്മുടെ ഒറിജിനൽ കഥ എത്തിയിട്ടില്ല. ഒറിജിനൽ കഥ എത്തുമ്പോൾ അടിപൊളി ഇതിനേക്കാൾ അത്യുഗ്രനായിട്ടുള്ള ആ ഒരു സംഭവ വികാസങ്ങളും സംഭാഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.